എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കിടിലൻ 2 രുചിക്കൂട്ടുകളാണ്. അത് നാടൻ രുചിക്കൂട്ടുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. കാരണം വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വെണ്ടയ്ക്ക പൊതുവേ എല്ലാവർക്കും ഒന്നും അത്ര കണ്ട് ഇഷ്ടമല്ല. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇറച്ചി മീനും മാത്രമേ കൂട്ടി കഴിക്കുള്ളൂ എന്ന് നിർബന്ധമുള്ളവർ പോലും അത്ര ആസ്വദിച്ച് കഴിക്കുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വെണ്ടയ്ക്ക നമ്മൾ ഈ ചെറിയ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് തൈര്, നല്ല കട്ട തൈര് ആണെങ്കിൽ അത്രയും നല്ലത്, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിയും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 കാഷ്യൂസ്, അതില്ല എങ്കിൽ തേങ്ങ ചേർക്കാം, അതുമല്ലെങ്കിൽ നിലക്കടല ചേർക്കാം, അതുമല്ലെങ്കിൽ വെറുതെ തൈര് മാത്രം ഈ ഒരു മസാല ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താലും മതി. നമ്മളിപ്പോൾ കാഷ്യൂസാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലപോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ആ ഒരു സമയം കൊണ്ട് മൺചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാടൻ രുചിക്കൂട്ടുകളിൽ എപ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്നേരം ഇതിലേക്ക് നമ്മൾ കുറച്ച് സവാളയും അതുപോലെ വെണ്ടയ്ക്ക അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് തക്കാളിക്ക്, ഒരു തക്കാളിയുടെ പകുതി, അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ ഒരു എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് സവാള കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് മാത്രം മതി കേട്ടോ, അരമുറി ആയാലും മതി. ആ ഒരു സവാളയുടെ പച്ച മണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പുളിക്ക് വേണ്ടിയാണ് നമ്മൾ തക്കാളിക്ക് ചേർക്കുന്നത്. കാരണം തൈരിൽ ഭയങ്കര പുളിയാണെങ്കിൽ നമുക്ക് ഈ ഒരു തക്കാളി ഒഴിവാക്കാം. അധികം പുളിയില്ലെങ്കിൽ നമുക്ക് തക്കാളി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അരമുറി തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ പച്ച രുചി ഒന്ന് മാറി വരട്ടെ. അതുവരെ ചെറിയ തീയിലിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ച രുചി മാറി കഴിയുമ്പോഴത്തേന് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചതായിട്ടുള്ള വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെണ്ടയ്ക്കയും കൂടി ഇട്ടതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പ്രത്യേകിച്ച് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയിട്ട് കറി വെക്കുന്ന സമയത്ത് ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കും. ഇറച്ചി മീനേക്കാട്ടിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ നിർബന്ധമായിട്ടും മീൻ വേണം, ഇറച്ചി ഇല്ലാണ്ട് ചോറുണ്ണില്ല എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനത്തുള്ള കറികളൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുമ്പം നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കുന്നതാണ്. അന്നേരം ഇതിലേക്ക് നമ്മൾ പാകത്തിനോട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇവയെല്ലാം വയണ്ടയിലാട്ടോട് നമ്മൾ നേരത്തെ തൈര് ചേർത്ത് അരച്ച് വെച്ചിരുന്നായിട്ടുള്ള ആ ഒരു കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. അന്നേരം അതിലേക്ക് ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ എത്രത്തോളം ഗ്രേവി വേണം എന്നനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അന്നേരം കുറച്ചുകൂടെയൊക്കെ എരിയൊക്കെ വേണം എന്നുള്ളവരാണെങ്കിൽ ആ ഒരു വഴറ്റുന്ന സമയത്ത് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുരുമുളകോ അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കാം. കുറച്ചും കൂടെ ഞാൻ മിക്സിയുടെ ജാറ് കഴുകി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം ഉപ്പിൻ്റെ ആവശ്യമില്ല, നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അവസാനം ഉപ്പ് വേണമെങ്കിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു കറിയാണ്. നമുക്ക് എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലേക്ക് പകരമായിട്ട് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതൊന്ന് വറ്റി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് രണ്ടാമത്തെ കറിക്കുള്ള ചേരുവ നമുക്ക് തയ്യാറാക്കാം. മസാല അതിന് വേണ്ടി നമ്മൾ ചീനിച്ചട്ടിയിലേക്ക് ഒരു 3 സ്പൂൺ അളവിൽ തേങ്ങ ചിരുങ്ങിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് തേങ്ങയൊന്നും വേണമെന്നില്ല. ഇതിൽ കുറേയേറെ ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുമന്നുള്ളിയാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് കൂടുതൽ. ആദ്യത്തെ കറിയിൽ തൈര് ചേർക്കുമ്പോൾ ഈ കറിയിൽ ചുമന്നുള്ളിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന കാര്യം. അപ്പം അതൊക്കെ ചെറിയ തീയിലിട്ടിട്ട് വളരെ സാവധാനം നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ വറ്റൽ മുളക് അല്ലെങ്കിൽ ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇത് കാശ്മീരി മുളകാണ്. നല്ല കളറും അത്യാവശ്യം നല്ല കൊഴുപ്പ് കിട്ടുന്നതാണ്. ഒരുപാട് എരിയിലോട്ട് പോവില്ല. ഇതിൽ എരിയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നല്ല മുളകാണ്, അല്ലെങ്കിൽ കുരുമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മല്ലിയും കുരുമുളകും അതുപോലെ തന്നെ വറ്റൽ മുളകൊക്കെ അങ്ങനെ തന്നെ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ കറിക്ക് ടേസ്റ്റ് കൂടുതൽ. അത് വറുത്തിട്ട് അരയ്ക്കുമ്പോൾ പൊടിയെ കാട്ടി കൂടുതൽ. അന്നേരം കറിവേപ്പില കൂടി ഒരു 3-4 കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം നല്ല മുളകിൻ്റെ ഒരു എരിയായിരിക്കും ഈ ഒരു കറിയിൽ മുന്നിൽ നിൽക്കുന്നത്. പിന്നെ നല്ല കൊഴുപ്പ് ചാറോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ചേറെ വറുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വറുത്തരച്ച കറികളിൽ ലേശം ഒന്ന് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുഞ്ഞു കുഞ്ഞു പാത്രത്തിലാട്ടാക്കി അത് കേടാവത്തേ ഇല്ല. ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജീരകമാണ്, നല്ല ജീരകമല്ല പെരുംജീരകമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പുളി നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് പുളിയിൽ മാറ്റങ്ങൾ വരുത്താം. കുറച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ വറുത്തെടുത്തതിനകത്തോട്ട് ഇനി ഇത് നല്ല പോലെ
ഒന്ന് തണുത്ത് വരണം, എന്നിട്ടാണ് മിക്സിയിലിട്ട് അരയ്ക്കുന്നത്. പിന്നെ നമുക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടി 3-4 കാഷ്യൂസ് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് നല്ല പോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അന്നേരം ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. നല്ലൊരു ടേസ്റ്റാണ് ഈ രീതിയിൽ കറി വെക്കണം കേട്ടോ. ഇപ്പം മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും പച്ചക്കറികളൊക്കെ ഈ രീതിയിൽ വറുത്തരച്ച് കറി വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അന്നേരം മൺചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ വേറിട്ടൊരു ടേസ്റ്റാണ് കേട്ടോ. അന്നേരം ചേരുവകളൊന്ന് പരിചയപ്പെടാം. വെണ്ടയ്ക്ക ഇത് ഈ നീളത്തിൽ അരിഞ്ഞേക്കുന്നത്, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവാള അരമുറി ചേർത്തിട്ടുണ്ട്, പച്ചമുളകും കറിവേപ്പിലയും. അന്നേരം ഒന്ന് നല്ല പോലെ ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില പച്ചമുളകെല്ലാം കൂടി ഒന്ന് വഴറ്റുക. അതിലേക്ക് നമ്മൾ ഈ ഒരു വെണ്ടയ്ക്ക അരിഞ്ഞേക്കുന്നതും കൂടി ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പച്ച രുചിയൊക്കെ മാറി ഒന്ന് വാടി കിട്ടിയാൽ മതി. കാരണം വെണ്ടയ്ക്കൊന്നും അധികം വേവില്ല. അതുകൊണ്ട് ഈ ഒരു കറി ഉണ്ടാക്കാനും വലിയ താമസമൊന്നുമില്ല. ഇതുപോലെയൊക്കെ നമ്മൾ വറുത്ത് ഒന്നെങ്കിൽ അരച്ച് വെക്കുകയോ അല്ലെങ്കിൽ പൊടിച്ച് വെക്കുകയൊക്കെ ചെയ്തതിന് ശേഷം കുറേശ്ശെ എടുത്താൽ മതി. നമ്മൾ ഇപ്പം തന്നെ അരച്ചത് ഒരു 3-4 തവണത്തെ കറിക്കുള്ള കൂട്ടുണ്ട്. നമ്മളൊരു 1-2 സ്പൂൺ അളവിൽ എടുത്താൽ മതി. അത്രയ്ക്ക് തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം കായത്തിൻ്റെ പൊടിയാണ് ഒന്ന് തിളച്ച് വരുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തീയിലിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതാണ് കറക്റ്റ് പാകം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതാണ്ടേ ഈ ഒരു ഒന്ന് ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേനും നല്ല ഈ ഒരു പരുവത്തിൽ കിട്ടും. നല്ല കുറുകിയ ചാറുകളോട് കൂടിയിട്ടുള്ള നല്ല കിടിലൻ വെണ്ടയ്ക്കക്കറിയാണ് രണ്ടാമത്തത്. അന്നേരം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി നമ്മൾ ഒരു 3-4 ദിവസത്തേന് നമ്മൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാണ്ട് തന്നെ ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ കേടാവത്തേയില്ല. നല്ല ടേസ്റ്റുമാണ്. എല്ലാത്തിൻ്റെ കൂടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനുമാണ് ഈ 2 കറികളും. അത്യാവശ്യം നല്ല എരിയും നല്ല കുറുകിയ ചാറുകളും അതുപോലെ തന്നെ നല്ല പുളിയൊക്കെ മുന്നിൽ നിൽക്കുന്നൊരു കിടിലൻ വെണ്ടയ്ക്ക വറുത്തരച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഈ ഒറ്റൊരു കറി മതി ചോറിൻ്റെ കൂട്ടത്തിലോ എന്തിൻ്റെ കൂട്ടത്തിലും ബെസ്റ്റ് കോമ്പിനേഷനാണ്. വെണ്ടയ്ക്കൊന്നും അത്ര കണ്ട് ഇഷ്ടമല്ലാത്തതുപോലെ അത്ര ടേസ്റ്റോട് കൂടി കഴിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അന്നേരം രണ്ടാമത്തെ കറി നമുക്ക് പരിചയപ്പെടാം. അത് ഇതുപോലെ നല്ല വറ്റി കുറുക്കി ഇട്ടിട്ടുണ്ട്. ഇതിൽ തൈരാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. തൈരും ആയിട്ട് ഇങ്ങനെയൊക്കെ കറി വെക്കുന്ന സമയത്ത് പിരിഞ്ഞൊന്നും പോകരുതുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ആ ഒരു തൈരിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ, അപ്പത്തിൻ്റെ കൂട്ടത്തിൽ, ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഇതുപോലെ ഒരു ഒറ്റ കറി വെക്കുകയാണെങ്കിൽ ഉച്ചക്കത്തേനും ആവും വൈകിട്ടത്തേനും ആവും. മറ്റേ കറി എന്ന് വെച്ചാൽ ഒരു 3-4 ദിവസത്തിന് കേട് കൂടത്തേയില്ല. വറ്റിച്ച് വെച്ചിരുന്നാൽ മതി. നല്ല കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ ചേർക്കുന്ന അളവിൽ വെള്ളത്തിൻ്റെ അളവിൽ ഇച്ചിരി ഒന്ന് കൂട്ടിയാൽ മതി. നല്ല ചൂട് ദോശയുടെ കൂട്ടത്തിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ബെസ്റ്റ് കോമ്പിനേഷനാണ് തൈരും. ഇതിനകത്ത് കാഷ്യൂസ് ചേർക്കണം നിർബന്ധമില്ല. അതിന് പകരം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ തേങ്ങ ചിരകിയിട്ട് ഇട്ടാലും മതി. നല്ലൊരു തിക്കായിട്ട് കിട്ടും കേട്ടോ. ഇവ രണ്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ. അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എപ്പോഴും പറയുന്നത് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.